ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവാൻ ഏകദേശം 40 വർഷങ്ങൾക്കു ശേഷം യശോദ റാണിയെയും നന്ദഗോപരെയും ഗോപന്മാരെയും രാധാറാണിയെയും ഒക്കെ കാണുന്ന ആ മനോഹരമായ ഭാഗം നമ്മൾ പറഞ്ഞു. അതിനുശേഷം അവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയ യാഗത്തെക്കുറിച്ച് രണ്ടാമതൊരു വീഡിയോയും ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കുമുള്ള ഒരു പ്രശ്നമാണ്, കേരളത്തിന് വെളിയിൽ പോകുന്ന സമയത്ത്, വെളിയിൽ പോയി അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മളോട് അവിടെയുള്ള പൂജാരി നിങ്ങളുടെ ഗോത്രം ഏതാണ് എന്ന് ചോദിക്കും. മലയാളികളായ നമുക്ക് പലപ്പോഴും അതിന് കൃത്യമായൊരു ഉത്തരം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ ഗോത്രം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ ആവണങ്ങാട്ട് കളരി, തൃശ്ശൂർ ജില്ലയിലെ ആവണങ്ങാട്ട് കളരി വിഷ്ണുമായ ക്ഷേത്രം, എങ്ങനെയാണ് അവിടേക്ക് അവരുടെ പരദേവതയായി ചാത്തന്മാർ എത്തിയത് എന്നുള്ളതിൻ്റെ ആ വിശേഷ വീഡിയോ അതും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയും നിങ്ങളെല്ലാവരും കാണണം. കാണാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഭഗവാന്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കണം. കാരണം എത്രത്തോളം നമ്മൾ കേൾക്കുന്നുണ്ടോ അത്രത്തോളം ഭഗവാൻ നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ട് പറയുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാഭാഗവതത്തിലെ ധർമ്മപുത്രരുടെ രാജസൂയ ആലോചനയാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പല തത്വങ്ങളും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ കഥ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. നമുക്ക് കഥാഭാഗത്തിലേക്ക് പോകാം. ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനി പാണ്ഡവർക്ക് നിർമ്മിച്ചു കൊടുത്തത് ആരാണ്? മയനാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ മയൻ നിർമ്മിച്ചു കൊടുത്ത ആ രാജധാനിയിൽ ധർമ്മപുത്രർ രാജാവായി വാഴുന്ന കാലത്ത് ഒരു ദിവസം അവിടേക്ക് നാരദമുനി വരികയാണ്. എന്നിട്ട് നാരദമുനി ധർമ്മപുത്രരെ കണ്ടിട്ട്, യുധിഷ്ഠിരനെ കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, അങ്ങ് ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്തണം. ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആര്? നാരദര്. അങ്ങനെ പിതാവായ പാണ്ഡുവിൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് താനിത് ഉപദേശിച്ചു തരുന്നത് എന്നുകൂടി ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദർ ധർമ്മപുത്രരെ അറിയിക്കുന്നു. അപ്പോൾ ധർമ്മപുത്രർ നാരദരോട് ഇങ്ങനെ പറയുന്നു. എന്താണ് പറഞ്ഞത്? പ്രഭോ, മഹാമുനി, സ്വർഗസ്ഥനായ പാണ്ഡുവിൻ്റെ ആഗ്രഹം സാധിക്കേണ്ടത് പുത്രനായ എൻ്റെ കടമയാണ്. ശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്തുവാൻ പക്ഷേ ഞാൻ പ്രാപ്തനാണോ? അതാണ് എൻ്റെ ഒരു സംശയം. മയൻ നിർമ്മിച്ചു തന്ന ഈ രാജധാനിയിൽ, ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാൻ രാജാവായി വാഴുവാൻ തുടങ്ങിയിട്ട് ഏകദേശം 19 വർഷമായി. കുരുരാജ്യം 2 ഭാഗിച്ച് ഹസ്തിനപുരത്തിൽ ദുര്യോധനനും ഇന്ദ്രപ്രസ്ഥത്തിൽ ഞാനും രാജാവായി തീർന്നു. ഖാണ്ഡവ ദഹന സമയത്ത് അർജുനൻ ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി അസുരശില്പിയായ മയൻ ഈ മനോഹരമായ അത്ഭുത സഭാതലം നിർമ്മിച്ചു തന്നു. അങ്ങനെയുള്ള ഈ ഖാണ്ഡവ പ്രസ്ഥത്തിൽ വെച്ച് രാജസൂയം നടത്തുവാൻ എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ഭഗവാൻ ദ്വാരകാപതി ശ്രീകൃഷ്ണനോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപദേശം ചോദിക്കാതെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഇങ്ങനെ ധർമ്മപുത്രർ നാരദരോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ നാരദർ എന്താണ് മറുപടി പറഞ്ഞത്? അങ്ങ് വിഷമിക്കണ്ട, ദ്വാരകയിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഭഗവാനോട്
എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് അയക്കാം. അതിനിടയിൽ വേണ്ട കാര്യങ്ങളെല്ലാം അങ്ങ് ഏർപ്പാട് ചെയ്തു കൊള്ളുക. അങ്ങനെ നാരദര് ദ്വാരകയിൽ എത്തി ഭഗവാനെ കണ്ടു. കൃഷ്ണൻ നാരദരെ സ്വീകരിച്ചു, എല്ലാ ബഹുമാനങ്ങളും കൊടുത്തു. അതിനുശേഷം കുശല പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലായിട്ട് നാരദര് ധർമ്മപുത്രരുടെ കാര്യം ഭഗവാനോട് പറയുകയാണ്. ഭഗവാനെ, അങ്ങയുടെ ഒരു ഭക്തൻ്റെ സന്ദേശവും കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവിന് സർവശ്രേഷ്ഠമായ രാജസൂയ യജ്ഞം നടത്തിയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട്. അയോധ്യാപതിയായിരുന്ന ഹരിശ്ചന്ദ്ര മഹാരാജാവ് രാജസൂയം നടത്തിയതിൻ്റെ ഫലമായി ഇന്നും സ്വർഗലോകത്ത് സർവരാലും പൂജിക്കപ്പെട്ട് നിത്യാനന്ദ സുഖം അനുഭവിച്ച് കഴിയുന്നു. പക്ഷേ യുധിഷ്ഠിരൻ അങ്ങയുടെ അഭിപ്രായം അറിയാതെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് അങ്ങയുടെ അഭിപ്രായം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത്. അതിനാൽ അങ്ങ് എത്രയും വേഗം യുധിഷ്ഠിരൻ്റെ രാജധാനിയിലേക്ക് എഴുന്നള്ളിയാൽ കൊള്ളാം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ നാരദര് ഭഗവാനോട് പറഞ്ഞു. അപ്പോൾ ഭഗവാന് വലിയ സന്തോഷമായി. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ പോകാം. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പെട്ടെന്ന് തന്നെ യുധിഷ്ഠിരൻ്റെ രാജധാനിയിലേക്ക് പോകാനായി തീരുമാനിച്ചു. ആ സമയത്ത് ഒരു ബ്രാഹ്മണൻ അവിടേക്ക് വരികയാണ്. അദ്ദേഹം ഒരു സന്ദേശവും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഭഗവാനെ തൊഴുതുകൊണ്ട് വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു. പ്രഭോ, കാരുണ്യവാരിധേ, ഞാൻ ഒരു സന്ദേശവാഹകനായ ബ്രാഹ്മണനാണ്. ദുഷ്ടനും കശ്മലനും മഹാപാപിയുമായ മഗധയുടെ അധിപൻ ജരാസന്ധൻ അവന് ഇഷ്ടമില്ലാത്ത രാജാക്കന്മാരെയും നാടുവാഴികളെയും മുഴുവനും നിർദ്ദയം പിടിച്ച് ചങ്ങലയിട്ട് പൂട്ടി കാരാഗൃഹത്തിൽ കഷ്ടപ്പെടുത്തി കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ധനം മുഴുവനും അവൻ അപഹരിച്ചു, സ്ത്രീജനങ്ങളെ അപമാനിച്ചു. ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടപരിപാലനത്തിനും വേണ്ടി അവതരിച്ചിരിക്കുന്ന അവിടുന്ന് ആ ദുഷ്ടൻ്റെ പ്രവർത്തികൾ, ഇത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തികളൊന്നും അറിയാഞ്ഞിട്ടാണോ 20,000-നും മേൽ പാവം രാജാക്കന്മാരെ ഈ ദുഷ്ടൻ പിടിച്ച് കാരാഗൃഹത്തിൽ ഇട്ടിട്ടുണ്ട്. അവരവിടെ കിടന്ന് നരകിച്ചു മരിക്കുകയാണ്. ദുഷ്ടരാജാക്കന്മാരും പ്രബലന്മാരുമായ ദുര്യോധനൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ, സാൽവൻ തുടങ്ങിയ എല്ലാവരും തന്നെ അവൻ്റെ സുഹൃത്തുക്കളാണ്. കാരാഗൃഹത്തിൽ കിടന്ന് വലയുന്ന ആ സാധു രാജാക്കന്മാർ തങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരഞ്ഞപേക്ഷിക്കുന്നതിനായി ഈ ഉള്ളവനെ അവിടുത്തെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവിടുന്ന് എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം. ഇങ്ങനെ ഈ ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അല്പസമയം ആലോചിച്ചതിനു ശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ ബ്രാഹ്മണനോട് ഇങ്ങനെ പറഞ്ഞു, സമാധാനിക്കൂ, അങ്ങ് പൊയ്ക്കൊള്ളുക, ഞാൻ വേണ്ടത് ചെയ്തു കൊള്ളാം. അങ്ങനെ ആ ബ്രാഹ്മണൻ പോയതിനു ശേഷം നാരദരെ നോക്കി അദ്ദേഹം പറഞ്ഞു, അങ്ങ് യുധിഷ്ഠിരനെയും ചെന്ന് സമാധാനിപ്പിക്കൂ. അങ്ങനെ രണ്ടുപേരും, അതായത് ബ്രാഹ്മണനും നാരദരും പിരിഞ്ഞു. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ അടുത്തു നിന്ന ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു, നാം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ജരാസന്ധനെ വധിക്കുകയാണോ അതോ രാജസൂയം സംബന്ധിച്ചിട്ടുള്ള ആലോചനയ്ക്കായി യുധിഷ്ഠിരൻ്റെ അടുത്തേക്ക് പോവുകയാണോ? എന്താണ് വേണ്ടത് ഉദ്ധവരെ എന്ന് ചോദിച്ചു. ഉദ്ധവർ ബുദ്ധിമാനാണ്, ബുദ്ധിമാനായ മന്ത്രിയാണ്. ജന്മാന്തരത്തിൽ
വിഷ്ണുഭക്തനായ ഒരു വസുവായിരുന്നു അദ്ദേഹം. വസുക്കൾ ഒരു യാഗം നടത്തി. ആ യാഗത്തിൽ വിഷ്ണു സായുജ്യം ലഭിക്കുന്നതിന് വേണ്ടി ഉദ്ധവർ ഭഗവാനെ പ്രത്യേകമായി പൂജിച്ച് തപസ് ആചരിച്ചു. അതിൻ്റെ ഫലമായി ഏറ്റവും വലിയ വിഷ്ണുഭക്തനും ഏറ്റവും വലിയ കൃഷ്ണബന്ധുവുമായി യദുവംശത്തിൽ അദ്ദേഹം പിറന്നു. ദേവാചാര്യനായ ബൃഹസ്പതിയിൽ നിന്നും അദ്ദേഹം നീതിശാസ്ത്രങ്ങൾ പഠിച്ചു. അങ്ങനെ നീതിയും വൈഭവവും സർവോപരി ഭക്തിയുമുള്ള ഒരു മന്ത്രി ആയതുകൊണ്ടാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് ചോദിച്ചത്. ഉദ്ധവരുടെ മഹിമ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഉദ്ധവർ മറുപടി പറഞ്ഞു, രണ്ടും ഒന്നിച്ചു നടക്കേണ്ടതാണ്. അത് നടക്കുക തന്നെ ചെയ്യും. അതിന് ഇങ്ങനെ ചെയ്താൽ മതി. രാജസൂയത്തിൻ്റെ 1-ാം ഘട്ടമായ ദിഗ്വിജയം നടത്തുമ്പോൾ ജരാസന്ധൻ വന്ന് തീർച്ചയായിട്ടും എതിർക്കും. അപ്പോൾ അവനെ വധിക്കുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും. അതല്ലാതെ യാതൊരു കാരണവും കൂടാതെ ആദ്യമായി ഒരുവനെ വധിക്കുവാൻ പുറപ്പെടുന്നത് നീതിയല്ല. യാഗം നടക്കുകയും വേണം, മഗധൻ മരിക്കുകയും വേണം. രണ്ടും ഒന്നിച്ചു തന്നെ നടക്കണം. ബ്രാഹ്മണ വേഷത്തിൽ അങ്ങും ഭീമനും കൂടി അവൻ്റെ മുമ്പിൽ ചെല്ലണം. ബ്രാഹ്മണരായതുകൊണ്ട് ചോദിക്കുന്നത് അവൻ തരാൻ മടിക്കുകയും ഇല്ല. ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെടണം. ആ ദ്വന്ദ്വയുദ്ധത്തിൽ വായുപുത്രനായ ഭീമസേനൻ മഗധനെ വധിക്കും, സംശയമില്ല. അതോടുകൂടി ധർമ്മപുത്രരുടെ രാജസൂയം യാതൊരു വിഘ്നങ്ങളും കൂടാതെ മംഗളമായി നടക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങ് രാജസൂയത്തിനു വേണ്ടി ഇപ്പോൾ തന്നെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടുകൊള്ളുക. ഇങ്ങനെ ഭക്തനായ ഉദ്ധവർ ഭഗവാനോട് പറയുകയാണ്. ഉദ്ധവരുടെ ബുദ്ധിപൂർവകമായ ഉപദേശം കൃഷ്ണൻ സ്വീകരിച്ചു. അടുത്ത ദിവസം തന്നെ എല്ലാവരോടും യാത്രയും ചൊല്ലി മല്ലാരി ഏകനായി യുധിഷ്ഠിരൻ്റെ രാജധാനിയിലേക്ക് തിരിച്ചു. അങ്ങനെ കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. വാസുദേവൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് ധർമ്മപുത്രരും സഹോദരന്മാരും അദ്ദേഹത്തെ ആദരപൂർവം എതിരേറ്റ് സ്വീകരിച്ചു. ദ്വാരകയിൽ നിന്നും ശ്രീകൃഷ്ണൻ എഴുന്നള്ളിയിട്ടുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണുവാൻ നഗരവാസികൾ തടിച്ചുകൂടി. മയനിർമ്മിതമായ സഭാതലത്തിൽ അനുജന്മാരോടും മന്ത്രിമാരോടും ബന്ധുമിത്രാദികളോടും ഉത്തമന്മാരായ പൗരവൃന്ദങ്ങളോടും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരോടും കൂടി യുധിഷ്ഠിരൻ ഭഗവാനെ പൂജിച്ച് ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ഇരുത്തി. അതിനുശേഷം സാവകാശം ഭക്തിയോടുകൂടി തൻ്റെ ആഗ്രഹം അറിയിച്ചു. രാജസൂയം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രൗഢിയും പ്രതാപവും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, പുണ്യത്തിനും പുരുഷാർത്ഥത്തിനും വേണ്ടി മാത്രമാണ്. കൂടാതെ പിതാവിൻ്റെ സായുജ്യ സൽഗതിക്കും അത് കാരണമായി തീരും എന്ന് നാരദർ ഉപദേശിച്ചു. അങ്ങയുടെ അനുഗ്രഹമുണ്ടായാൽ എല്ലാം ഭംഗിയായി നടക്കും എന്നാണ് ഈ ഉള്ളവൻ്റെ വിശ്വാസം. അപ്പോൾ പീതാംബരൻ ഇങ്ങനെ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങ് എന്തിനാണിത്ര ചിന്തിക്കുന്നത്? ഒട്ടും തന്നെ അധൈര്യം വേണ്ട. യാഗം നടത്തുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു കൊള്ളുക. എൻ്റെ സഹായം എപ്പോഴും അങ്ങേക്കുണ്ടാകും. യാഗം ആരംഭിക്കുന്നതിന് മുമ്പ് ദിഗ്വിജയം നടത്തണമല്ലോ. അതിനായി പടയോടും കൂടി വടക്കോട്ട് വിജയനും കിഴക്കോട്ട് ഭീമനും തെക്കോട്ട് സഹദേവനും പടിഞ്ഞാറോട്ട് നകുലനും പോകട്ടെ. എല്ലാ രാജാക്കന്മാരും അങ്ങയെ ആദരിക്കും, അങ്ങയ്ക്ക് കപ്പം നൽകും. പക്ഷേ മഗധ രാജാവായ ജരാസന്ധൻ മാത്രം എതിർക്കും. അതുകൊണ്ട്
യാഗത്തിന് മുമ്പ് അവനെ വധിക്കേണ്ടിയിരിക്കുന്നു. ഇന്നുള്ള രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും പ്രബലനും ശക്തനും ആണവൻ. അവൻ 23 അക്ഷൗണി പടയോടും കൂടി 17 തവണ എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ളവനാണ്. എന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് ജരാസന്ധൻ, അവൻ്റെ ജന്മരഹസ്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് അവൻ്റെ ജന്മരഹസ്യം? മഗധയിലെ രാജാവായിരുന്നു ബൃഹദ്രഥൻ. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ചണ്ഡികൗശികൻ എന്ന ഒരു മുനിയുടെ അനുഗ്രഹത്താൽ ഈ 2 ഭാര്യമാരിലും കൂടി പാതിയായിട്ടാണ് ഇവൻ ജനിച്ചത്. അതായത് 2 ഭാര്യമാരും പ്രസവിച്ചു, പക്ഷേ പൂർണ്ണ ശിശുവായിരുന്നില്ല. ഒരു മനുഷ്യനെ, ഒരു കുഞ്ഞിനെ 2ആയി മുറിച്ച രീതിയിലാണ് ഈ 2 ഭാര്യമാരും പ്രസവിച്ചത്. അങ്ങനെ ഈ കുഞ്ഞിനെ ഇവരെടുത്ത് പുറത്തേക്ക് കളയുന്നു. ഇതിനെക്കൊണ്ട് എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് കളഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജര എന്ന ഒരു യക്ഷി, ആ യക്ഷി ഈ അർദ്ധശരീരഭാഗങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു. അങ്ങനെ ആ കുട്ടി ജനിച്ചു എന്നാണ് പറയുന്നത്. വിശദമായി ഞാൻ കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പം ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ ജരാസന്ധൻ്റെ കഥ. അങ്ങനെ ഈ യക്ഷി, ജര എന്ന യക്ഷി, ഈ കുട്ടിക്ക് ജീവൻ കൊടുത്തതുകൊണ്ട് അവൻ്റെ പേര് ജരാസന്ധൻ എന്നായി. അങ്ങനെയുള്ള ഈ ജരാസന്ധനെ വധിക്കേണ്ടുന്നത് വായുപുത്രനായ ഭീമനാണ്. എന്നിട്ട് ഭഗവാൻ വീണ്ടും പറയുകയാണ് യുധിഷ്ഠിരനോട്, അതുകൊണ്ട് അതിനുവേണ്ടി ഞാനും അർജുനനും ഭീമനും കൂടി അവൻ്റെ അടുക്കൽ പോയി ഒരു പരീക്ഷണം നടത്തി നോക്കട്ടെ. അതിനുശേഷം ദിഗ്വിജയത്തിന് പുറപ്പെടാം എന്ന് കൃഷ്ണൻ ധർമ്മപുത്രരോട് പറയുകയാണ്. എല്ലാവരും അത് അനുസരിച്ചു. അതനുസരിച്ചിട്ട് മാധവനും മാരുതിയും മഹേന്ദ്രപുത്രനും, അതായത് ആരാണ് മഹേന്ദ്രപുത്രൻ? അർജുനൻ. മാരുതി ആരാണ്? വായുപുത്രനായ ഭീമസേനൻ. അങ്ങനെ അവർ 3 പേരും കൂടി 3 ബ്രാഹ്മണരുടെ വേഷം ധരിച്ച് മഗധയിലേക്ക് പുറപ്പെട്ടു. ഹരേ കൃഷ്ണ. അടുത്ത കഥ എന്ന് പറയുന്നത് ജരാസന്ധവധമാണ്. ജരാസന്ധവധം കേട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പേടികൾ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അതായത് ഒന്നിനോടും ഭയമില്ലാത്ത അവസ്ഥ. ഭഗവാനെ മാത്രം സ്നേഹിക്കും, ഭഗവാനെ മാത്രം ആശ്രയിക്കും. ഭയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയും അതല്ലെങ്കിൽ ഈ സമൂഹത്തിനെയും ഒന്നും പേടിക്കില്ല എന്നുള്ളതല്ല. ചില മനുഷ്യർക്ക് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഒരു ഭയമാണ്. ശരിയാകുമോ, പഠിച്ചാൽ ജയിക്കുമോ, ഒരു കൂട്ടാൻ വെച്ചാൽ ശരിയാകുമോ, ഇങ്ങനെ എല്ലാ കാര്യത്തിനും, ഒരു തൊഴിൽ അതിലേക്ക് പോകാനായിട്ട് ഭയം, എല്ലാ കാര്യം ചെയ്യുന്നതിനും ഭയം. അങ്ങനെ ഭയന്ന് ഒരു കാര്യവും ചെയ്യില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. ആ ഭയം മാറി ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകുന്നതിനായിട്ട്, സമാധാനം ഉണ്ടാകുന്നതിനായിട്ട് ജരാസന്ധ വധം കേട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് എന്ന് പറയുന്നു. കാരണം ഈ ജരാസന്ധ വധത്തോടു കൂടി ധാരാളം ആളുകൾ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു രക്ഷ ഈ ഭയന്നു ജീവിച്ചിരുന്ന ആളുകൾക്ക് ആ ഭയത്തിൽ നിന്നും ഒരു രക്ഷയുണ്ടാവുകയാണ്. അവർക്ക് വെളിച്ചം കിട്ടുകയാണ്. അങ്ങനെ ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജരാസന്ധ വധം നിങ്ങളെല്ലാവരും കേൾക്കണം, പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.